സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരും പറയും ഒരു കാരണവുമില്ല, എന്തോ ഭർത്താവുമായിട്ട് ഫോണിൽ കലഹിച്ചു, അപ്പം തന്നെ പോയി തൂങ്ങി. പലപ്പോഴും അത്തരം കേസുകൾ നമ്മൾ കണ്ടെത്തുന്നത് അവരുടെ പ്രീ മെൻസ്ട്രൽ ഫേസിലാണ്, അല്ലെങ്കിൽ പീരിയഡ്സ് ആ ഫേസിലാണ്, മെൻസ്ട്രൽ ഫേസിലാണ്. പുരുഷന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കൂടുതലുള്ളത്. ഉള്ളിൽ എരിഞ്ഞ് നെരിപ്പോട് കൊണ്ട് നടക്കുന്ന പോലെ മനുഷ്യർ കൊണ്ട് നടക്കും, ആരോടും പറയില്ല. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മിണ്ടില്ല. എൻ്റെ ഉള്ളിലൊരു ദുഃഖമുണ്ട്, പറയില്ല. ഞാൻ നാളെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, മിണ്ടില്ല. കൗമാരപ്രായം. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേരിൽ ഒരു പഴി കേൾക്കുന്ന ഗ്രൂപ്പ്. നിങ്ങളവരെ ന്യായീകരിക്കണ്ട, ആത്മഹത്യ ന്യായീകരിക്കാൻ പാടില്ല. പക്ഷെ കുറ്റവും പറയണ്ട. അവർക്കങ്ങനെ തോന്നിക്കാണും, ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത, അയ്യോ എന്നുള്ള, നമുക്ക് സഹാനുഭൂതി, എംപതൈസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ആത്മഹത്യകളുടെ കേസിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മർഡർ കേസുകളെക്കാട്ടിലും ആത്മഹത്യകൾ ഏറ്റവും ചെറിയ പ്രായം തൊട്ട് ഏറ്റവും വലിയ പ്രായം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മഹത്യകളും നമ്മൾ കാണും. ഏറ്റവും ചെറുത് എൻ്റെ ഓർമ്മയിലുള്ളത് 9 വയസ്സായൊരു കുട്ടി തൂങ്ങി മരിച്ചതാണ്. അത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി. അപ്പോൾ നമ്മൾ ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ പിള്ളേർ എങ്ങനെ ഇത് ചെയ്യുന്നു, എന്ത് പറ്റിയതായിരിക്കും, അയ്യോ എന്ത് പറ്റിയതായിരിക്കും ഈ കുഞ്ഞിന് എന്ന് നമുക്ക് തോന്നും. പിന്നെയുള്ള ഒരു പ്രായം ഇടപ്രായം, കൗമാരപ്രായം. ഒരുപാട് കേസുകൾ അങ്ങനെ വരും. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേരിൽ ഒരു പഴി കേൾക്കുന്ന ഗ്രൂപ്പ്. കാരണം ഒരാൾ പോലും അതിനെ ന്യായീകരിച്ച് പറയില്ല. ഇവനൊക്കെ എന്തിൻ്റെ കേട്, ഈ അച്ഛനും അമ്മയും കുറച്ച് ഓർത്തില്ലല്ലോ, തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് തൊണ്ടയിൽ വറ്റ് വിലങ്ങനെ ഇരുന്നിട്ട്, ഇങ്ങനെയാണ് മനുഷ്യർ അതിനെ കാണുന്നത് തന്നെ. ഒരു ലവ് ഫെയിലിയർ, ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ഇവർക്കൊന്നും വേറെ പണിയില്ല, ഇവളൊക്കെ തന്തയെ കുറിച്ച് ആലോചിച്ചില്ല, ഇങ്ങനെയുള്ള ആളുകൾ കമൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം. അത് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രായമാണ്. കുമാരനാശാൻ തന്നെ പറഞ്ഞില്ലേ, യുവലോകമേലും ഏകാന്തമാം ചരിതം ആരറിയുന്നു പാരിൽ. നമ്മളൊക്കെ ആ പ്രായത്തിലൂടെ കടന്നു പോയത്. ആ സമയത്ത് എന്തൊക്കെ എന്തൊക്കെയാ തോന്നുന്നത്, എല്ലാത്തിൻ്റെ ഒരു ഹൈറ്റൻഡ് വേർഷനാണ് തോന്നുന്നത്. അവർക്ക് ചിലപ്പോൾ അതങ്ങനെ തോന്നി. നിങ്ങളവരെ ന്യായീകരിക്കണ്ട, ആത്മഹത്യ ന്യായീകരിക്കാൻ പാടില്ല. പക്ഷെ കുറ്റവും പറയണ്ട, വിധിക്കണ്ട, ഡു നോട്ട് ജഡ്ജ്. അപ്പം എൻ്റെ കൂടെയുള്ളവരെ ആരും അങ്ങനെ ഒരു സംസാരം പറയാൻ പറയും, അങ്ങനെ പറയണ്ട. അവർക്ക് അങ്ങനെ തോന്നിക്കാണും, ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യും? നമ്മൾ വിധിക്കണ്ട. എൻ്റെ അടുത്ത് പണ്ടെപ്പോഴും ഒരു ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുവിധം എല്ലാ മതങ്ങളും ആത്മഹത്യയെ വളരെ കണ്ടംപ്റ്റോടുകൂടി, വളരെ അവജ്ഞയോടുകൂടിയാണ് കാണുന്നത്. ഭയങ്കര ഘോരാപരാധമായിട്ടാണ് കാണുന്നത്. കാരണം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഏതോ ഒരു മതത്തിൽ, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാൾ പരലോകത്തിൽ പോയി ഓരോ നിമിഷവും അതേപോലെ മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ദൈവം വിധിക്കുന്നതെന്ന്. അപ്പം എനിക്ക് അന്നേ അതിനോട് യാതൊരു യോജിപ്പും തോന്നിയില്ല. ഞാൻ ചെറിയ പ്രായത്തിലാണ് ചോദിച്ചു, അങ്ങനെ ഒരു ദൈവം ചെയ്യുമോ? ഒരു ദൈവമാണെങ്കിൽ എന്ത് പറയും, സാരമില്ല കുഞ്ഞെ, സാരമില്ല, പോട്ടെ, വന്നിട്ട് ഒന്ന് പിടിച്ച് മടിയിൽ ഇരുത്തിയല്ലേ ചെയ്യുള്ളൂ, സാരമില്ല എന്ന് പറയല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ഇനി ഓരോ മിനിറ്റിലും നീ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനതാണ് എൻ്റെ മുന്നിൽ കിടക്കുന്ന ഓരോ ശരീരങ്ങളുടെ അടുത്തും സാരമില്ല, പറഞ്ഞില്ലെങ്കിലും മനസ്സിലതാണ് വിചാരിക്കുന്നത്, സാരമില്ല, പോട്ടെ. ഇനി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ള അവസാനത്തെ കർമ്മം അത് നമ്മൾ ചെയ്യും ഭംഗിയായിട്ട്, ചെറിയ പ്രായത്തിലുള്ളവർ. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, അത് അധികവും അങ്ങനെ മരണം നടന്നിട്ട് വരുമ്പോൾ പോലീസും പറയും, വീട്ടുകാരും പറയും ഒരു കാരണവുമില്ല, എന്തോ ഭർത്താവുമായിട്ട് ഫോണിൽ കലഹിച്ചു, അപ്പം തന്നെ പോയി തൂങ്ങി, വേറെ ഒരു കാര്യവുമില്ല, വേറെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പലപ്പോഴും അത്തരം കേസുകൾ നമ്മൾ കണ്ടെത്തുന്നത് അവരുടെ പ്രീ മെൻസ്ട്രൽ ഫേസിലാണ്, അല്ലെങ്കിൽ പീരിയഡ്സ് ആ ഫേസിലാണ്, മെൻസ്ട്രൽ ഫേസിലാണ്. അതൊരു ആരും ഇതുവരെ കണ്ടെത്താത്ത, അധികം അഡ്രസ്സ് ചെയ്യാത്ത ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്താണ് മെൻ്റൽ ഡിസീസുകളുടെ പട്ടികയിൽ പോലും അത് ഉൾപ്പെടുത്തിയത്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് പല ലക്ഷണങ്ങളുണ്ടാവുമെന്ന്. എന്നാൽ അതിൻ്റെ കുറച്ചുകൂടിയും സങ്കീർണമായിട്ടുള്ളൊരു വേർഷനായിട്ടുള്ള പെരി മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, PMDD, അതൊരു രോഗാവസ്ഥയായിട്ട് തന്നെ ഈ അടുത്ത കാലത്തെ അംഗീകരിച്ചിട്ടുള്ളൂ. അത് അനുഭവിക്കുന്നവരാണ് ഒരുപാട് സ്ത്രീകൾ. ആ സമയത്ത് അവർക്ക് തോന്നുന്നത് എന്താണ്? കൊല്ലാനുള്ള തോന്നൽ, മരിക്കാനുള്ള തോന്നൽ, കരച്ചിൽ, ബഹളം, ദേഷ്യപ്പെടൽ. ഇത് പക്ഷേ ചുറ്റുമുള്ളവർ കാണുന്നുണ്ട്. ആരും ഇത് ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ല, എല്ലാവർക്കും അറിയാം, അത് ആ സമയത്ത് ഉണ്ടാവും. അതിലങ്ങനെ വിടുകയാണ്. അങ്ങനെ പല സ്ത്രീകളും ഓരോ സമയത്ത് ചിലപ്പോൾ പറയും ഞാൻ മരിക്കാൻ പോകുന്നു പറയും. അപ്പോൾ ഇതെല്ലാ മാസം ഉള്ളതല്ലേ, ഒരു ദിവസം അവരത് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എന്ത് പറ്റി ഇവൾക്ക് ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് നമ്മൾ അപ്പോൾ അവരെ അത് വെച്ച് ജഡ്ജ് ചെയ്യാണ്. അത് ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളുടെ ഇടയിൽ. അത് ഞങ്ങളുടെ ഒരു സീനിയർ അതിലാണ് തീസിസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശരിയാണല്ലോ, ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളിൽ ഒരു വലിയ വിഭാഗം ആ സമയത്ത് പീരിയഡ്സിൻ്റെ സമയത്തോടനുബന്ധിച്ചാണ് അത് ചെയ്യുന്നതെന്നുള്ളൊരു കോറിലേഷൻ നമുക്ക് കിട്ടിയത്. അല്ലാത്ത പക്ഷം സ്ത്രീകൾ ഈ പ്രശ്നമുള്ളവർ പോലും എങ്ങനെ ഇത് അതിജീവിക്കുന്നു? ഇത് ഓരോ മാസവും ഈ അഗ്നിപരീക്ഷ വരും, ഇതിനൊരു അവസാനമില്ല. അപ്പോൾ അധികം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൊരു കൂട്ടിപ്പിടുത്തമുണ്ട്. അവരിത് ആരോടെങ്കിലുമൊക്കെ പറയും, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ചേച്ചിയോ അനിയത്തിയോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചി, ആരോടെങ്കിലും ഇവരിങ്ങനെ എല്ലാതും പറയും. ഞങ്ങൾ എല്ലാവരോടും ഇതിങ്ങനെ പറഞ്ഞങ്ങ് തീർക്കും. പക്ഷെ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞാൽ പുരുഷന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കൂടുതലുള്ളത്. അത് ഇവിടുത്തെ കണക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. പുരുഷന്മാരിലാണ് ആത്മഹത്യാ നിരക്ക് കൂടുതൽ. കാരണം സമൂഹത്തിൻ്റെ കണ്ടീഷനിങ്ങും അങ്ങനെയാണ്. ആണുങ്ങൾ കരയരുത്, ആണുങ്ങൾ തളരരുത്, ആണുങ്ങൾ എന്ത് സംഭവിച്ചാലും കല്ല് പോലെ നിൽക്കണം. നമ്മൾ ഡോക്ടർമാർ തന്നെ ഇത് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മരണ വാർത്തയോ, അത് ഫസ്റ്റ് ഫോറൻസിക്കലല്ല, അല്ലാത്തപ്പോൾ ഒരു മരണ വാർത്തയോ ഒരു ദുഃഖ വാർത്തയോ ഒരു കടുത്ത ഒരു അസുഖത്തിൻ്റെ കാര്യം പറയും, ആണുങ്ങളെ വിളിക്കൂ പറയും. ആണുങ്ങളോടെ പറയുള്ളൂ. കാരണം പെണ്ണുങ്ങളോട് പറഞ്ഞാൽ അവരുടനെ കരയാൻ തുടങ്ങും, പ്രശ്നമാകും. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വയ്യ, അത്രേ ഉള്ളൂ. നമുക്ക് ഒരാൾ മുന്നിൽ നിന്ന് കരഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, അത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് എന്താ പറയുക, ആണുങ്ങളെ വിളിക്കൂ പറയും. അവരെന്ത് കേട്ടാലും കുത്തുകല്ല് പോലെ നിന്നോളും. പക്ഷെ ഉള്ളിൽ തകർന്നടിയാണ്, ഉള്ളിൽ എരിഞ്ഞ് നെരിപ്പോട് കൊണ്ട് നടക്കുന്ന പോലെ മനുഷ്യർ കൊണ്ട് നടക്കും. ആരോടും പറയില്ല. അടുത്ത സുഹൃത്തുക്കളോട് പോലും പുരുഷന്മാർ എന്ത് സംസാരിക്കും? സിനിമയുടെ കാര്യം, രാഷ്ട്രീയം, സ്പോർട്സ്, പിന്നെ ഫൈനാൻസ്, മാക്സിമം പോയാൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിണ്ടില്ല. എൻ്റെ ഉള്ളിലൊരു ദുഃഖമുണ്ട്, പറയില്ല. ഞാൻ നാളെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, മിണ്ടില്ല. ഇന്ന് രാത്രിയും കൂടി അവരുടെ കൂടെ ഇന്ന് കള്ളുപിടിച്ചിട്ട് നാളെ പോയി ആത്മഹത്യ ചെയ്യും, പറയില്ല. അത് പുരുഷന്മാർക്ക് ഏറ്റവും ഉള്ള ഒരു പ്രശ്നമാണ്. ഇതിനോട് ആൾക്കാർ വിയോജിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിയോജിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ വിയോജിക്കാൻ കഴിയില്ല. അത് ആൾക്കാർ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പക്ഷെ ഇതിലൊക്കെ നമുക്ക് ആത്മഹത്യയിൽ ഏറ്റവും വിഷമം വരുന്ന, എനിക്ക് പേഴ്സണലി വിഷമം വരുന്ന ഇതൊന്നുമല്ല. ഇങ്ങനെ മരിക്കുന്നവരുണ്ട്, അതല്ലാതെ മദ്യപാനികൾ ഇതിലൊരു വലിയ വിഭാഗമാണ്. മദ്യപാനികളുടെ മരണം എന്നുള്ളത് അതൊരു കോമൺ ഹിസ്റ്ററിയാണ്. നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ പ്രൊഫൈലാണ്. ഇയാള് പോലീസ് പറയും വീട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടു. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അതിന് മദ്യപാനം ഉണ്ടാകും നല്ല പോലെ. അപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും, ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോയത് മദ്യപാനം കാരണം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്നിട്ട് സാറുമാരുടെ അടുത്തൊക്കെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി പറയും, സാറേ ഭാര്യ ഉപേക്ഷിച്ച് പോയാൽ തീർന്നു. കാരണം അങ്ങനെ ഇഷ്ടം പോലെ കേസുകൾ, ഒരേ കഥ ഇത് നമ്മൾ കേൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ലെവൽ മദ്യപാനിയൊന്നും അങ്ങനെ ഭാര്യമാർ ഉപേക്ഷിച്ച് പോകാൻ നോക്കിയാൽ പകുതി കുടുംബങ്ങളിലും ഭാര്യമാരുണ്ടാവില്ല. അപ്പോൾ അത്രയും ലെവൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന മേലെ പോകുമ്പോഴാണ് ഈ ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നത്. എന്ന് വെച്ചാൽ അവർ മദ്യപാനത്തിൽ അത്രയും അതിക്രമിച്ചു. അവരുടെ ശരീരവും മനസ്സും ജീവിതവും കുടുംബം എല്ലാം, സാമ്പത്തികം എല്ലാം നശിക്കുന്ന ഒരു ഭയങ്കര വിപത്താണ് മദ്യപാനം എന്ന് പറയുന്നത്. അവരെല്ലാ നിലയിലും നശിച്ച് മരിച്ചിട്ട് സ്വന്തം ശരീരം വലിച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ് അവർ ജീവിക്കുന്നത്, പല ആൾക്കാരും. അത് എന്നിട്ട് ഒരു ദിവസം അതവിടെ വീണു പോകുന്നു. അങ്ങനെ നാച്ചുറലായ സ്വാഭാവികമായ രീതിയിൽ അവർ മരിച്ചു കിടക്കുന്നു, അങ്ങനെ കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഡിപ്രഷൻ വളരെ കൂടുതലാണ്. ഈ മദ്യം കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ കുടിക്കാത്ത സമയത്ത് അവർക്ക് അത്രയും വെള്ളം എന്നുള്ള ജയസൂര്യയുടെ സിനിമയിൽ അത് വളരെ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആള് ഭയങ്കര ഇതിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അപ്പൊ തന്നെ അവിടെ കള്ളുകട കാണുന്നു, അങ്ങോട്ട് ഓടിപ്പോകുന്നത്, അത് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആത്മഹത്യ അവരുടെ ഇടയിൽ വളരെ കൂടുതലാണ്. പിന്നെ പക്ഷെ അതിലും വിഷമം വരുന്ന സംഭവം വയസ്സായ ആൾക്കാരുടെ ആത്മഹത്യ. 80, 85, 90 വയസ്സായ ആൾക്കാർ. അപ്പോൾ പലപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ തമാശക്ക് പറയുന്നു, ഇവർക്ക് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ സമാധാനമായിട്ട് മരിക്കാമായിരുന്നല്ലോ. അവരെത്ര ദിവസം വെയിറ്റ് ചെയ്ത് കാണും? സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തുകൊണ്ടാണ് അവരെ ഓർത്ത് വിഷമം വരാൻ കാരണം വെച്ചാൽ അവർ ഈ ജീവിതത്തിൽ എന്തെല്ലാം ഒന്ന് അനുഭവിച്ചിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ കാലമൊക്കെ കടന്നുപോയി. ചെറുപ്പകാലം, കൗമാരകാലം, കല്യാണം കഴിഞ്ഞ യൗവനകാലം, അന്നത്തെ കുട്ടികളെ നോക്കുന്ന ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നങ്ങളും ജോലിയും എല്ലാ ജീവിതത്തിലെ ദുരിതപ്പാടുകളും കഴിഞ്ഞ് അവരുടെ മക്കളുടെ കാര്യങ്ങളും ചെയ്ത് ഇതൊക്കെ അതിജീവിച്ച് ഇത്രയും വൈതരണികൾ കടന്ന ഇപ്പോൾ അവർ ഈ മരിക്കാൻ കാലത്ത് മരിക്കണമെങ്കിൽ അപ്പോൾ അതിനേക്കാളും വലിയ എന്തായിരിക്കും അവർ അനുഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ അതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൗവനം ഇനിയില്ല, ആരോഗ്യം നശിച്ചു, സാമ്പത്തികം പോയി, അവർ എല്ലാ നിലയിലും ആശ്രിതരായിട്ട് മാറി. പിന്നെ
അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ അത്രയും കാലം ഗൃഹനാഥയായിട്ട് ജീവിച്ച ഒരാൾ അപ്പം അവർ ഒന്നും അല്ലാതെയായി, ആരും അല്ലാതെയായി, ഒരു എന്താ പറയുക മുക്കിലായി, അല്ലെങ്കിൽ ഏകാന്തത. ചിലപ്പോൾ ഒരാൾ മരിച്ച് ഒരു ദമ്പതിമാരിൽ ഒരാൾ ബാക്കിയാവും. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലാണ് വാർദ്ധക്യത്തിൽ അവരെ ഒരുപക്ഷെ ഈ മരണത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്.